നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. എല്ലാ മലയാളംക്കും പുതുവർഷದ ആശംസകൾ. കണക്കുകൂട്ടലുകളുടെ ഈ ലോകത്ത് കണക്കെടുപ്പുകൾക്ക് കാത്തു നിൽക്കാതെ കാലം കടന്നു പോവുകയാണ്. 2018 ഇതാ ഇവിടെ വാങ്ങുന്നു. പുതുപ്രതീക്ഷകളും പുതു സ്വപ്നങ്ങളുമായി 2019 പടിവാതിക്കലെത്തിക്കഴിഞ്ഞു. മറുനാടൻ ബിസിനസ് ലോകത്ത് ഇന്ത്യയുടെ അഭിമാനം ഡോക്ടർ ബി.ആർ. ഷെട്ടി തുടങ്ങി മറുനാടൻ ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കുറച്ച് മലയാളി വ്യക്തിത്വങ്ങൾ മറുനാട്ടിലാണ് അവരുടെ പ്രവർത്തനമെങ്കിലും മലനാടിനെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇവിടെ. Good evening to everybody. I would like to congratulate all the Malayalis a very, very best, happy, prosperous New Year. I'll tell you, Malayalis are a different creature in the world. Because every Malayali is very much patriotic, not only to India, also to Kerala, to the highest level. I do the money remittance business since last 40 years and I enjoy very good happiness, all these Malayalis, and I'm very happy to serve them as I have been. Because they are very grateful people, also happy people and very loyal people. And they have been very, very good. And during the crisis of the flood, God's own country had a devastated flood. So at that time, I saw how they all supported together to strengthen the hand of the government and supported. This is something unique quality Malayalis have got. I am very happy that they are building the country and the state in a very scientific manner. I wish them all the best, and I wish all the best to every Malayali for their best. And I also take this opportunity to wish Mr. Ranjit all the best and success in his future endeavors. 2018 ഇതാ യാത്രയാവുകയാണ്. ഒരു പുതിയ 2019, ഒരു നല്ല നാളേക്ക് വേണ്ടി എല്ലാ മലയാളികൾക്കും എൻ്റെ നവവത്സര ആശംസകൾ. ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കും മറുനാടും മലനാടും എന്ന പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറായ രഞ്ജിത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ല ഒരു നവവത്സര ആശംസകൾ ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവിടെ ജീവിക്കുന്ന ഗൾഫ് മലയാളികൾ തീർച്ചയായിട്ടും നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഈ കഴിഞ്ഞ എല്ലാ പ്രശ്നങ്ങളിലും ഉദാരമായി സംഭാവനകൾ നൽകിയും സഹായ സഹകരണങ്ങൾ ചെയ്തും സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കണക്കിലെടുത്ത് 2019 ഞാൻ എൻ്റെ രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിൻ്റെ റോഡിൻ്റെ വികസനമാണ്. നമ്മുടെ നാട്ടിലോട്ടൊരു യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് നമ്മുടെ സമയത്ത് നമുക്കൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നതെന്നുള്ളൊരു വിഷമതയെക്കുറിച്ചാണ്. നമ്മുടെ നാടിന് ഇന്ന് വളരെ അത്യാവശ്യം നമ്മുടെ നാടിൻ്റെ ദേശീയപാതയുടെ അതിനെ പരിപൂർണതയിലെത്തിക്കുന്നതിനുള്ളതായ കാര്യങ്ങളാണ്. അതിന് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നാട്ടുകാരും മുൻകൈയെടുത്ത് അതിനെ എത്രയും പെട്ടെന്ന് ഒരു പരിപൂർണതയിൽ എത്തിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചെലവും അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സമയനഷ്ടങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 2019 നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാൻ ഗവൺമെൻറ്റും നാട്ടുകാരും സഹകരിക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
നാട് എങ്ങനെയാവണം എന്ന് ചോദിക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എല്ലാം നീതിപൂർവമാണ്. എല്ലാം നീതിപൂർവമാകുക എന്ന് പറയുമ്പോൾ വൈകി കിട്ടുന്ന നീതിയല്ല. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്രാപ്യമായ നീതിയല്ല. എല്ലാവർക്കും തുല്യനീതി ലഭ്യമാകുക. നിയമത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മലയാളികൾ മാറണം. കേരളം നന്നാവണം. അതിന് നീതിബോധമുള്ള സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന അഭിഭാഷകരുണ്ടാവും. അങ്ങനെ നല്ല ലോ ഫേംസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ലോ കോളേജസ് ഉണ്ടാവും, നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. നല്ല കഴിവുള്ള വ്യക്തികൾ ഈ മേഖലയിലേക്ക് കടന്നു വരും. അതിൽ നിന്ന് നല്ല ന്യായാധിപന്മാരുണ്ടാകും. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മുഖം നോക്കാതെ ഒരുവിധ സ്വാധീനത്തിനും ഉൾപ്പെടാതെ നീതിപൂർവം പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നീതി ലഭിക്കാത്തടത്ത്, നിയമവാഴ്ച ഇല്ലാത്തടത്ത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ വന്നാൽ അവിടെയാണ് എല്ലാ വിധത്തിലുള്ള ആൻറ്റി സോഷ്യൽ ടെൻഡൻസീസും ഉണ്ടാവും. ടെററിസം അടക്കം. നിയമവാഴ്ച നിലനിൽക്കാൻ വേണ്ടി നല്ല നിയമജ്ഞരുണ്ടാകുന്ന, നല്ല നിയമജ്ഞരുണ്ടാകുന്ന, നല്ല അഭിഭാഷകരുണ്ടാകുന്ന, നല്ല ന്യായാധിപന്മാരുണ്ടാകുന്ന, എല്ലാവരും നിയമത്തെ ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുതുവത്സരത്തിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളിൽ പലതും നമ്മളുടെ കേരളത്തിനുള്ളിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. ഈ അടുത്ത സമയത്തുണ്ടായ വെള്ളപ്പൊക്കം കാരണം കേരളത്തിൽ ഒരുപാട് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി റോഡുകൾ കേടാവുകയും വീടുകൾ നശിക്കുകയും ജനങ്ങളുടെ ജീവിതം മൊത്തത്തിൽ താറുമാറാവുകയും ചെയ്തു. ഈ റോഡുകളുടെ പുനർനിർമ്മാണമാണ് ഇനിയും ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ആ ഒരു പുനർനിർമ്മാണത്തിൽ ഗവൺമെൻറ് ആരംഭിക്കുമ്പോൾ ഒമാനിൽ ഒരുപാട് നല്ല റോഡുകൾ ചെയ്ത പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത്, കോടികൾ മുടക്കി ചെയ്യുന്ന ഈ റോഡുകൾ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ മുടക്കുന്ന കോടികൾ നഷ്ടമായി വേസ്റ്റായി പോകും. റോഡുകളുടെ പുനർനിർമ്മാണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് ഡ്രെയിനേജാണ്. കേരളത്തിലെ പല റോഡുകളും ഞാൻ കണ്ടിട്ടുള്ളത് ഡ്രെയിനേജിൻ്റെ അഭാവത്തിൽ പെട്ടെന്ന് കേടാവുന്നതും ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നതുമാണ്. വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ യാത്ര ചെയ്യുന്ന വെഹിക്കിളിന് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് അവിടെ കുഴിയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും. അത് കാരണം വളരെ മാരകമായ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഈ അടുത്ത സമയത്ത് തന്നെ പല പ്രധാന വ്യക്തികളും ആക്സിഡൻറ്റിൽ മരിച്ച ദുഃഖകരമായ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ ഡ്രെയിനേജിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കണം. അത് ഡിസൈൻ ചെയ്യുന്ന കൺസൾട്ടൻ്റ് പോലും ആ ഡിസൈൻ ചെയ്യുന്ന വേളയിൽ അതിനുള്ള പ്രാധാന്യം കൊടുക്കുകയും അത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അത് സൂപ്പർവൈസ് ചെയ്യുന്ന അതിൻ്റെ അതോറിറ്റീസ് അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. രണ്ടാമത്തെ പ്രധാനമായ കാര്യം റോഡിൻ്റെ നിർമ്മാണത്തിൽ അതിൻ്റെ കോമ്പാഷനാണ്. റോഡ് മുറിഞ്ഞുപോയ റോഡാണെങ്കിലും പുതുതായി ചെയ്യുന്ന റോഡാണെങ്കിലും അത് ബിൽഡ് ചെയ്യുമ്പോൾ എംബാങ്ക്മെൻറ്റിനെ ലെയർ ബൈ ലെയറായി നന്നായി കോമ്പാക്റ്റ് ചെയ്ത് അതിൻ്റെ ഡെൻസിറ്റി പൂർണ്ണമായും കിട്ടുന്നത് വരെ അത് കോമ്പാക്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ റോഡിന് മുകളിൽ ചെയ്യുന്ന ആസ്ഫാൾട്ട് അത് ബലമായി നിലനിൽക്കത്തില്ല. താഴെയുള്ള മണ്ണ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആസ്ഫാൾട്ട് ആണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും അത് ബലമായി വർഷങ്ങളായിട്ട് നിലനിൽക്കുകയും റോഡിൻ്റെ ആ ഒരു ലൈഫ് നിലനിർത്തുകയും ചെയ്യത്തുള്ളൂ. മൂന്നാമതായി റോഡിൽ വേണ്ടത് പ്രോപ്പറായിട്ടുള്ള സൈനേജസാണ്. യാത്ര ചെയ്യുമ്പോൾ എവിടെ പോകാനാണ്, എത്ര ദൂരം പോകാനുണ്ട്, എത്ര കിലോമീറ്ററാണ്, ഏത് ഡയറക്ഷനിലേക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള ഡയറക്ഷൻസ് തരുന്ന റോഡുകൾ
ഡയറക്ഷൻസ് തരുന്ന ബോർഡുകൾ, സൈൻ ബോർഡുകൾ നമ്മുടെ റോഡിൽ വളരെ വളരെ കുറവാണ്. അത് യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ ഈ അടുത്ത കാലത്ത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ താല്പര്യമെടുക്കുകയും അതിനായി ഗവൺമെൻറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പം ചെയ്യുന്നത് പോരാ, അതിലൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ചെയ്താൽ നമ്മുടെ കേരളം പ്രകൃതി ഭംഗി കൊണ്ട് ലോകം അറിയുന്ന കേരളം ജനങ്ങൾക്ക് വസിക്കാനും ഈവൻ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടി സമയം ചെലവഴിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയൊരു കേരളമായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിലെല്ലാ നല്ല പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ മറുനാടും മലനാടും പ്രേക്ഷകർക്ക് എൻ്റെ നവവത്സരാശംസകൾ. ഓരോ ദിവസവും നമ്മൾ ഒരു വിദേശ വസ്തു ഉപയോഗിക്കുമ്പോൾ, ഈവൻ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ പോലും അത് ഒരു വിദേശ വസ്തുവാണ്, അതിലൂടെ ഞാൻ രാജ്യത്തിൻ്റെ എക്കണോമിയെ തകർക്കുകയാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ 2 ലിറ്റർ ഇന്ധനം ചിലവഴിക്കുന്നിടത്ത് 1 ലിറ്ററാക്കി കുറച്ചാൽ ആ ഇന്ത്യൻ സമ്പദ് ഘടനയ്ക്ക് നമ്മളൊരു താങ്ങായി മാറുകയാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു മടങ്ങിവരവിന് സാധ്യതയുണ്ട്. ഇതിനുവേണ്ടി ബൃഹത്തായ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യവുഡ് ബില്യനേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രികൾ നിയന്ത്രിക്കുന്ന ഏതാണ്ട് 1 ലക്ഷത്തോളം ബില്യനേഴ്സ് ഉണ്ട്. ഇവരെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരേ ലക്ഷ്യം കൊടുക്കുകയാണ്. ഈ $1 1 രൂപയായി എന്നും എങ്ങനെ മാറ്റാം എന്ന് അവിടേക്ക് എത്താം എന്നുള്ള ഒരു വിഷനാണ് അതിനുള്ളത്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കീഴിൽ ഒന്നിച്ച് ഇന്ത്യയിൽ തന്നെ വിദേശത്തു നിന്ന് നമ്മൾ വാങ്ങുന്ന എല്ലാ വസ്തുക്കളും ആ ക്വാളിറ്റിയോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു പദ്ധതി, ബൃഹത്തായ പദ്ധതിയാണ്. അതിന് ഇന്ത്യൻ സിനിമാ രംഗമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇവരെയെല്ലാം ഒന്നിക്കുവാൻ വേണ്ടി ഇന്ത്യവുഡിൻ്റെ കീഴിൽ സിനിമാ മേഖലയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ആവിഷ്കരിക്കുന്നത്. ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഇത് ഇൻഡസ്ട്രികൾ മാത്രം വന്നാൽ പോലെ, ഇത് സാധാരണ ലെവലിലുള്ള സാധാരണക്കാരായ മനുഷ്യരും എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം. ഇവരിലേക്ക് ആ മെസ്സേജ് എത്തിക്കുവാൻ വേണ്ടി നിരവധി സിനിമകൾ ഇനി വരാൻ പോവുകയാണ്. സൂപ്പർ സ്റ്റാർസ് അഭിനയിക്കുന്ന വലിയ വലിയ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രികൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വിദേശ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും ഓരോ ദിവസവും അത് ഉപയോഗിക്കുമ്പോൾ താൻ നാടിൻ്റെ സമ്പദ് രംഗത്തിന് എന്തൊക്കെ ദോഷകരമായി ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഒരു ഡ്രെയിൻ ഹോളെങ്കിലും അടയ്ക്കാൻ ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ നാളെ ഈ $1 1 രൂപയ്ക്ക് ഇക്വലൻ്റോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു മടങ്ങിവരവിനോ സാധ്യമാകും. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു തുടക്കമായിരിക്കണം ഈ വർഷം നമ്മൾ തുടങ്ങി വയ്ക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കൊന്നിച്ച് അതിനെക്കുറിച്ച് സ്വപ്നം കാണാം, ഒന്നിച്ച് അവിടേക്ക് യാത്ര ചെയ്യാം. അവിടെ നമ്മൾ ചേരും തീർച്ച. നമ്മൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിൻ്റെയോ അടിമകളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്നെല്ലാം തുറന്ന മനസ്സോടുകൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ മഹാബലിയുടെ നാടാക്കി മാറ്റാൻ പറ്റും, ഗോഡ്സ് ഓൺ കൺട്രി ആക്കാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ ഞാൻ ഒമാനിൽ 30 വർഷമായി ജോലി ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു ഫുഡ് സേഫ്റ്റിയുടെ ഒരു ലാബ് നടത്തുന്നുണ്ട്. ഒരുപാട് മെഡിക്കൽ എക്യുപ്മെൻറ്റും അങ്ങനെയുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനികളും നടത്തുന്ന ഏജൻസികളുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡിൽ ഒരുപാട് കൺട്രികളിൽ ഞാൻ യാത്ര ചെയ്യുകയും അവിടുത്തെ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കൂടുതലും കാണുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട് നന്നാവും. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ 4-5 വർഷമായി നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സെയിം ലാബ് അവിടെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ 90% വിഷ അല്ലെങ്കിൽ മായം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്.
അത് കഴിച്ചിട്ട് 5-6 വർഷം കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് കിഡ്നി ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി വരുന്നു. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളതും അല്ലെങ്കിൽ കിഡ്നി രോഗികളുള്ളതും നമ്മുടെ കേരളം എന്ന സ്ഥലത്താണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഈ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കാര്യമായിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണ നടപടി ചെയ്യുകയും അത് സ്ട്രിക്റ്റായിട്ട് പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെയും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമ്മളുടെ ഹോസ്പിറ്റൽ ബില്ല് അല്ലെങ്കിൽ ബഡ്ജറ്റ് പകുതിയാക്കി കുറയ്ക്കാൻ കഴിയും നമ്മൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്കകം 2019 പിറക്കുകയാണല്ലോ. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. 2018 ഓഗസ്റ്റിൽ കേരളം മഹാപ്രളയത്തെ നേരിടേണ്ടി വന്നു. വളരെ ശക്തമായി നമ്മൾ മലയാളികൾ മുന്നോട്ട് വന്ന് അതിനെ നേരിട്ടു. ഏതാണ്ട് 32,000 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങളും അത് കേരളം റീബിൽഡ് ചെയ്യാൻ അത്രത്തോളം പൈസ നമുക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ കേരളത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയറിൽ നമ്മൾ അങ്ങേയറ്റം മുമ്പിലാണ്, എഡ്യൂക്കേഷനിൽ അങ്ങേയറ്റം മുമ്പിലാണ്. പക്ഷേ വ്യവസായ രംഗത്ത് നമ്മൾ അങ്ങേയറ്റം പിന്നോട്ടാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഹൈദരാബാദിൽ പോയി. എത്ര മനോഹരമായ റോഡുകളും എത്രമാത്രം മൾട്ടിനാഷണൽ കമ്പനീസാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും ഇത്ര 100% ലിറ്ററേറ്റായ നമ്മൾക്കും അതേപോലെ തന്നെ നല്ല നല്ല കമ്പനികളെ ഹോസ്റ്റ് ചെയ്യാനും അവിടെ ഇൻഡസ്ട്രീസ് വളരാനും ഉതകണം. അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ഗവൺമെൻറ് തലത്തിലായാലും എല്ലാ തലത്തിലായാലും നാം ഓരോരുത്തരും അത് പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ധാരാളം ഇൻഡസ്ട്രീസ് ഉള്ള ഒരു കേരളം, നല്ല റോഡ് നെറ്റ്വർക്കുള്ള ഒരു കേരളം, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല ഡിസിപ്ലിൻ ബോധമുള്ള ആൾക്കാർ, മാലിന്യവിമുക്തമായ കേരളം, അതാണ് ഒരു മറുനാടൻ മലയാളി എന്ന എൻ്റെ ഒരു സ്വപ്നം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. താങ്ക് യു. ഇന്ന് കേരളത്തിൽ കാണാത്തത് സ്നേഹമാണ്. എന്തിനൊക്കെയോ വേണ്ടി ആൾക്കാർ മത്സരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ആയിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തോട്ട് തന്നെയാണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ ഓരോരുത്തരെയും നമ്മൾ നോക്കുക. ഞാൻ സ്നേഹമാണോ സമാധാനമാണോ ഒരു വ്യക്തിക്ക് പകർന്നു കൊടുക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിലേ നമ്മുടെ ദേശത്ത് നമുക്കത് സംഭാവനയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഇല്ലാത്തത് നമുക്കെങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റുന്നത്? ഇന്ന് എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാം പരസ്പരം കലഹിച്ച് വിവാഹമോചനത്തിലും അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കൾ, ഇങ്ങനെ പല തരത്തിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാം. ഇതെന്തുകൊണ്ടാണ്? സമാധാനമില്ലായ്മയാണ്. കാരണം സമാധാനം എവിടെയാണ് നമ്മൾ തേടുന്നത്? സമാധാനം കൊടുക്കേണ്ടവൻ്റെ അടുത്തേ നിന്ന് സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം സമാധാനം കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സൃഷ്ടാവിന് മാത്രമാണ്. ആ സൃഷ്ടാവിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ആ സമാധാനം വാങ്ങണം. അത് സൃഷ്ടാവിനെ അറിയില്ലെങ്കിൽ എൻ്റെ സ്വർഗത്തിലുള്ള എൻ്റെ അപ്പാന്ന് വിളിച്ചാൽ മതി. പേര് വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ആ അപ്പം മാത്രമേ കേൾക്കൂ, വേറെ ആരുമില്ല അവിടെ കേൾക്കാൻ. ആ അപ്പന് നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോൾ, ആ അപ്പൻ നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവികത നമ്മളിൽ നിറയും. ദൈവികത എന്ന് പറഞ്ഞാൽ ദൈവസ്വഭാവം. ദൈവസ്വഭാവം നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മളിൽ സ്നേഹം, ക്ഷമ, ദയ, കാരുണ്യം, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ, നന്മകൾ നമ്മളിൽ നിറയുന്നത്. നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിനാദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നന്മ എന്നെഴുതുക, ഒരു സൈഡിൽ തിന്മ എന്നെഴുതുക. നിങ്ങളുടെ അറിവ് വെച്ച് നന്മയുടെ അടിയിൽ നന്മയാണെന്ന് നിങ്ങൾ കരുതുന്നതെല്ലാം നിങ്ങളൊന്ന് എഴുതുക. അതിനകത്ത് സ്നേഹം, ദയ, ക്ഷമ, എളിമ, ഉപകാരം, മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുക, സത്യസന്ധത, ഇതെല്ലാം അതിനകത്തുണ്ട്. തിന്മയുടെ അടിയിൽ നിങ്ങൾ തിന്മ എഴുതുക. അതിനകത്ത് കോപം, വിദ്വേഷം, പ്രതികാരം, ദേഷ്യം, കളവ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ജഡികമായ ആസക്തികളുടെ പൂർത്തീകരണത്തിന് ശ്രമിക്കുക, മറ്റുള്ളവരെ പറ്റി അസൂയ പറയുക, ഇതെല്ലാം തിന്മയുടെ അടിയിൽ എഴുതുക.
എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുക, എന്നിൽ ഇതിലേതാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിൽ ദൈവികതയാണോ പൈശാചികതയാണോ കൂടുതലെന്ന്. എന്നിട്ട് നിങ്ങൾ ദൈവിക സൈഡിലോട്ട് കൂടുതൽ പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കളുടെ മക്കൾ ഒക്കെ നാളെ വളർന്നു വരുന്നത്. അപ്പം അവരാണ് നിങ്ങളുടെ സന്തോഷം. അവർ വളരുമ്പോൾ സന്തോഷിക്കുക എന്നതിന് പകരം കണ്ണീര് കുടിക്കുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ എത്താൻ ഇടയാവരുത്. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ വളരുമ്പോഴാണ് അവർക്ക് ആ സ്നേഹമുണ്ടാകുന്നത്. ആ സ്നേഹമാണ് അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റി, അവരായിരിക്കുന്ന നാട്ടിൽ, അവരായിരിക്കുന്ന ഓഫീസുകളിൽ, അവരെവിടെയൊക്കെ സേവനം ചെയ്യുന്നു അവിടെയൊക്കെ ആ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ നാടിനെ നമുക്ക് പൂർണ്ണമായിട്ടും സ്നേഹത്താൽ നിറയുന്ന ഒരു ദേശം, കേരള ദേശം. എല്ലാവരും സ്നേഹിക്കുന്ന, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ അയൽവക്കക്കാർക്കും വരാൻ പാടില്ല. നമ്മളിപ്പോൾ അങ്ങനല്ല, എനിക്കും എൻ്റെ മക്കൾക്കും ഇത് പാടില്ല. മറ്റുള്ളവർക്കൊക്കെ ആവാം, അത് തെറ്റാണ്. അത് കാപഢ്യം നിറഞ്ഞ സ്നേഹമാണ്. നമ്മളിന്ന് പലരെയും പരസ്യമായിട്ട് അപമാനിക്കുന്നുണ്ട്. ചെയ്ത കുറ്റത്തിനും ചെയ്യാത്ത കുറ്റത്തിനും ഒക്കെ മാധ്യമങ്ങളിലൂടെയും പേപ്പറുകളിലൂടെയും എല്ലാം നമ്മൾ തേജോവധം ചെയ്യുക. ഇത് നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ സഹോദരങ്ങളോ ആണെങ്കിൽ നമ്മളിത് ചെയ്യുമോ? ചെയ്യത്തില്ല, അല്ലേ? വല്ലവൻ്റെയും ചോര കുടിച്ച് നമ്മൾ വീർക്കാൻ നോക്കുകയാണ്. എവിടെയാണ് ഇതെത്തുന്നത്? ഇതെത്ര നാളിത് പോകും? നാളെ തീരേണ്ടത് 6 അടി മണ്ണിൽ നമ്മൾ പുതയപ്പെടുമ്പോൾ ഞാൻ ചെയ്തതൊക്കെ എന്താണ് എനിക്ക് നല്ലതെന്ന് പറയാനുണ്ടാവുക? ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? ഇന്ന് ഞാൻ മരിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മളെല്ലാം നശ്വരമായ വസ്തുക്കൾ, നശിച്ചു പോകുന്ന വസ്തുക്കൾ നേടാൻ വേണ്ടി പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുക. അനശ്വരമായത് ആർക്കും വേണ്ട. നശ്വരമായതിന് പുറകെ ഓടിക്കുമോ മക്കളെ? പക്ഷേ ആ നശ്വരമായതുകൊണ്ട് നിങ്ങൾ അനശ്വരമായത് നേടാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഡെപ്പോസിറ്റ് സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ടാകും. അതിന് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ സഹായം വേണം. ആ സൃഷ്ടാവിനെ വിളിച്ചോ, ഹൃദയത്തിൽ നിന്ന് വിളിക്കുക. അപ്പം കേൾക്കും, അപ്പം നിങ്ങളെ കൈവെള്ളയിൽ വെച്ച് കൊണ്ടുപോകും. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഭാരം ചുമക്കാൻ നമ്മുടെ അപ്പനുണ്ട്. അതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ജാതി മതം ഒന്നും അവിടെ ഇല്ല മക്കളെ. സ്നേഹം മാത്രമേ ഉള്ളൂ. ആ അപ്പൻ ആരെയും ദ്രോഹിക്കുന്നതോ ആരെയും ഉപദ്രവിക്കുന്നതോ ഒന്നും അപ്പന് ഇഷ്ടമില്ല. നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പന് നിങ്ങൾ ഡോറ് തുറന്നു കൊടുക്കുക. അതുമാത്രം നിങ്ങൾ ചെയ്യും. സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സമാധാനം കൊടുക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4:19 പറയുന്നു, കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അതൊന്ന് വിശ്വസിക്കുക. ആ നന്മ നിങ്ങളുടെ ഭവനത്തിൽ വരും. അങ്ങനെ നിങ്ങളിൽ സമാധാനം ഉണ്ടാകും. അപ്പോൾ സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു കേരളം നമുക്ക് സ്വപ്നം കാണാം, പ്രാവർത്തികമാക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഈ നല്ല മനുഷ്യർ മറുനാട്ടിൽ നന്നായി പണിയെടുക്കുമ്പോൾ മലനാട്ടിലുള്ള നമുക്കും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. മറുനാട്ടിൽ പ്രവർത്തിക്കുമ്പോഴും മലനാടിനെക്കുറിച്ചുള്ള അവരുടെ നിർദ്ദേശങ്ങളും ആശങ്കകളും സ്വപ്നങ്ങളും പ്രായോഗിക തലത്തിലും ആത്മീയ തലത്തിലുമുള്ളത് നമ്മളോട് പങ്കുവച്ചു കഴിഞ്ഞു. നമുക്ക് ആ നല്ല വാക്കുകളെ മനസ്സിൽ സൂക്ഷിക്കാം. അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുന്നെങ്കിൽ അവർ പ്രാവർത്തികമാക്കട്ടെ. എന്തായാലും എല്ലാ മലയാളികൾക്കും നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.